നമസ്കാരം. ഞാൻ നിങ്ങളോട് ചിത്രകലയെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുന്ന രീതി കണ്ടാൽ തന്നെ ചിത്രം വരയ്ക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ യൂട്യൂബിൽ ചിത്രകല പഠിക്കാനായി നോക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം ഒന്ന് തന്നെയാണ്, ഞങ്ങൾക്ക് നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ സാധിക്കണം. ചിലർക്കെങ്കിലും ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ളവരാണ് കൂടുതൽ ചിത്രകലയെ പഠിക്കാനായി യൂട്യൂബിലേക്ക് വരുന്നത്. വളരെ തുടക്കം മുതലുള്ള വരകൾ തൊട്ട് എങ്ങനെയാണ് ഒരു ചിത്രം വരച്ചു തുടങ്ങേണ്ടത്, പെൻസിൽ എങ്ങനെയാണ് പിടിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട് പെയിൻറ്റിങ് വരെയുള്ള ചിത്രകലാ മോഹങ്ങൾ നമ്മുടെ ഉള്ളിലൊക്കെ മുട്ടിട്ടിട്ടുണ്ട്. അതിനെ ഒരു നല്ല പൂവായി വിരിഞ്ഞു വരാൻ നമ്മൾ അനുവദിക്കണം. ഇവിടെ ഞാൻ യൂട്യൂബിലൂടെ ഈ ചിത്രകലാ ക്ലാസ് തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ. നമ്മെ കാണുന്ന ഒരാൾക്ക് മറ്റൊരു സംശയത്തിന് ഇട നൽകാത്ത വിധം പരമാവധി യൂട്യൂബിലൂടെ നമ്മൾ ചിത്രകല പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ഓൺലൈനായി ചിത്രകലാ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് ഇപ്പോഴും 3 വർഷത്തിൽ അധികമായി. സ്വദേശത്തും വിദേശത്തുമായി നൂറുകണക്കിന് കുട്ടികളെ നമ്മളിപ്പോഴും പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും. നിങ്ങൾക്കിതിൽ ഏത് മാർഗവും സ്വീകരിക്കാം. യൂട്യൂബിലൂടെ ചിത്രങ്ങൾ നോക്കി പഠിക്കാം, ഓൺലൈനായി നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നിങ്ങളെ വിളിക്കാം. നിങ്ങൾ ഏത് സംശയവും നമ്മളോട് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഈ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ എനിക്ക് 100% ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു ഉറപ്പോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്കത് കണ്ടാൽ വരയ്ക്കാൻ സാധിക്കണം. പലപ്പോഴും ഈ ചിത്രങ്ങളെ അഭയം തേടുന്നത് മറ്റ് പല കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യാപൃതരാക്കുന്നതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. ചിലപ്പോൾ ചില വ്യഥകൾ, മനസ്സിനെ മഥിക്കുന്ന നോവുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ നിമിഷം വിരസമായി പോകുന്നു എന്ന് കരുതുന്ന ചിലരുണ്ട്. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ചില ജീവിതങ്ങളുണ്ട്. അവരൊക്കെ തേടുന്ന മാർഗങ്ങളിലൊന്ന് ചിത്രകലയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാനസികമായി സപ്പോർട്ട് നൽകുകയും അവരുടെ കലാമോഹങ്ങളെ വിരൽ തൊട്ട് ഉണർത്താൻ പോകുന്ന രീതിയിലുള്ള ചിത്രകലാ ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ നയിക്കുന്നത്. വാക്കായും വരയായും കൂടെ നിൽക്കണമെന്ന എൻ്റെ ഒരു ഇഷ്ടം, അതാണ് ഞാനിവിടെ പ്രാവർത്തികമാക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ചിത്രകലാ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ക്രമാനുഗതമായ ചിത്രകലയിലേക്ക് വരച്ച് വികസിക്കുവാനുള്ള മാർഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ മുടങ്ങാതെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് എന്നെ വിളിച്ചൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചിത്രകലാ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ വരയ്ക്കുന്ന ഓരോ വരയും സാഗൂതം ശ്രദ്ധിക്കുക. അതുപോലെ ഫോളോ ചെയ്താൽ ഞാൻ 100% ഉറപ്പ് പറയാം, നിങ്ങൾ പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെയധികം ഗുണം ചെയ്യും. തുടർന്ന് വരുന്ന ക്ലാസ്സുകളും അങ്ങനെ തന്നെയായിരിക്കും. ഇതിനു മുൻപുള്ള ക്ലാസ്സുകൾ നിങ്ങൾ നോക്കിയാൽ അവിടെ നിങ്ങൾക്കായി ഞാൻ കരുതി വെച്ചിട്ടുള്ള സ്നേഹ സമ്മാനമാണ് നിങ്ങളുടെ വിരലിൽ വിരിയുന്ന വർണ്ണങ്ങളും വരയും. ഒരുപാട് ഇഷ്ടം. നോക്കൂ, നമ്മളിന്ന് ഈ ഒരു പെൻകിന് ഞാനിവിടെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഞാനിന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചില സർക്കിളുകൾ, റെക്റ്റാങ്കിൾ, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ചിത്രം വരയ്ക്കാൻ സാധിക്കും. അതിനാദ്യം നിങ്ങൾ നോക്കൂ, ഞാനിന്ന് ഒരുപാട് വരകളില്ലാതെ ഇതിനെ ഒരു സർക്കിളാക്കി, അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിൻ്റെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ വരയ്ക്കണം. നോക്കൂ, ഒരു വര ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം നോക്കി ഇതെങ്ങനെയാണ് നിൽക്കുന്നത്. ഒരിത്തിരി ഇങ്ങനെ ചരിഞ്ഞിട്ടല്ലേ, എങ്ങനെ ഇങ്ങനെ ചരിഞ്ഞിട്ട് വളരെ നൈസായിട്ട് പെൻസിൽ കൊണ്ടുപോകുക, വളരെ സോഫ്റ്റായിട്ട് പെൻസിൽ ഉപയോഗിക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇവിടെ ഇതിനെ ഒരു നീളത്തിലൊരു ഷേപ്പാക്കി, എലിപ്സ് മോഡൽ ഓവൽ ഷേപ്പാക്കി നമുക്കിങ്ങനെ കൊണ്ടുപോകാം. ഇവിടെ ഇച്ചിരി താഴ്ത്തിയിട്ട് നമ്മളിങ്ങനെ പതുക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ കൈയെടുത്ത് നിങ്ങൾക്ക് വരയ്ക്കാം. ഞാൻ ഒരു ചിത്രകാരൻ്റെ പക്ഷത്ത് നിന്നല്ല, ഒരു ചിത്രകല അധ്യാപകൻ്റെ പക്ഷത്ത് നിന്നാണ് ഇപ്പോഴും സംസാരിക്കുന്നത്, ഈ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചിത്രം വരച്ച് തുടങ്ങിയിട്ടില്ലാത്തവർക്ക് പോലും സാധ്യമാകുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. നോക്കൂ, ഇതിങ്ങനെ വരച്ചു. സാധ്യമാകുന്ന കാര്യമാണല്ലോ. ഇവിടുന്ന് കുറച്ച് താഴ്ത്തി ഏകദേശം ഇവിടത്തെ ഏകദേശം ഇവിടം വരെ അല്ലേ, അതിൻ്റെ ചിറക് വരുന്നു. നമ്മൾ ഒന്നടയാളപ്പെടുത്തി. ഇപ്പുറത്തതേ ഏകദേശത്തെ നീളത്തിൽ ഇതും വന്നല്ലേ. ഇത് ചുണ്ട്. ഇനി എന്താണ്, ഇവിടെ നിന്ന്
കാല് വന്നു. ഇവിടെ ഒരു വാല് കണ്ടോ. വളരെ സിമ്പിളാണ്. ഒന്നും നിങ്ങൾക്കിത് പറ്റാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, പറ്റത്തില്ല എന്നുള്ളതിൻ്റെ മനസ്സിൻ്റെ ഭാവം. അത് കഴിഞ്ഞാൽ പയ്യെ ഞാൻ സ്കെച്ച് ചെയ്തു. ഇതിനെ നമ്മൾ ബ്ലോക്കിംഗ് എന്നല്ലേ പറയും. നമ്മൾ പല ക്ലാസ്സുകളത് വിശദമായിട്ടുണ്ട്. ബ്ലോക്കിംഗ് അല്ലേ. ഇനി ഞാൻ പയ്യെ സ്കെച്ച് ചെയ്ത് തുടങ്ങാണ്. ഇങ്ങനെ പതുക്കെ വളച്ച് ഇത് കണ്ടാൽ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനാവില്ല എന്ന് തോന്നുന്നുണ്ടോ? വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ പ്രാക്ടീസ് എന്നുള്ളത് അനിവാര്യമാണ്. നമ്മൾ ഒരു ദിവസം വരച്ചത് കൊണ്ട് ഇതാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ ആയാൽ നമ്മൾ ഈ ചിത്രകലയ്ക്ക് എന്നാൽ ഒരു കലയ്ക്ക് ഒരു വിലയും കൊടുക്കത്തില്ല. നമ്മൾ തൊട്ടാൽ ഉടനെ ശരിയാണെങ്കിൽ ഇത് നമ്മൾ പഠിച്ചിട്ടും വലിയ കാര്യമില്ല. കാര്യം എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാം. അങ്ങനെയല്ല, നിരന്തരമായ ഒരു പ്രാക്ടീസിലൂടെയാണ് നമ്മൾ എല്ലാം സ്വായത്തമാക്കേണ്ടത്. നമ്മളൊക്കെ എളുപ്പത്തിന് ടൈറ്റിലൊക്കെ പറയും 10 മിനിറ്റ് കൊണ്ട് പടം വരയ്ക്കാം. ചുമ്മാ അത് നടക്കത്തില്ല കേട്ടോ. തികഞ്ഞൊരു ചിത്രകാരന് പറ്റും. അതിന് മുമ്പിൽ കുറേ കാലം അധ്വാനം ഉണ്ടെങ്കിൽ പിന്നത്തെ 10 മിനിറ്റ്. നേരെ മറിച്ച് ഒരു തുടക്കക്കാരൻ വന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് എനിക്ക് വരയ്ക്കാം, പറ്റില്ല. 10 മിനിറ്റ് കൊണ്ട് ഇറേസ് ചെയ്താൽ തീരത്തില്ലല്ലോ, പിന്നല്ലേ വരയ്ക്കാനായിട്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും പറയുന്നൊരു പ്രണയഭാവം. നമുക്ക് എന്തിനോടും പ്രണയഭാവം ഉണ്ടാവണം. എല്ലാവരും ഈ പ്രണയം എന്ന് പറയുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ, ശുദ്ധമായ പ്രണയത്തിൽ നമ്മൾ ദോഷങ്ങളധികം കണ്ടെത്തില്ല, അല്ലേ? പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ കുറ്റവും കുറവൊക്കെ കണ്ടെത്തുന്ന പലതിൻ്റെയും. നമുക്ക് ഈ പ്രപഞ്ചത്തിനോട് ശുദ്ധമായൊരു പ്രണയം ഉണ്ടെങ്കിലോ നമുക്ക് പ്രപഞ്ചത്തിലെ സകലത നന്നായിട്ട് വന്നു, ഒക്കെ നിന്നിലാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു കാമുകനും കാമുകയും. കാമുകൻ കുറേ നേരത്തെ വന്ന് ബെഞ്ചിലിരിപ്പായി. പറഞ്ഞതിൽ നിന്ന് ഒരു 45 മിനിറ്റ് വൈകിയാണ് കാമുകി എത്തിയത്. അവൾ ചോദിക്കും, ഞാൻ താമസിച്ചോ? നീ എവിടെയാണ് താമസിച്ചത്? നമ്മളത് അറിയുന്നില്ല, കാരണം പ്രണയത്തിൽ താമസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രണയം പോയി നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും ശരി 2 മിനിറ്റ് സാരി ഉടുത്തുകൊണ്ടിരിക്കുക, നീ ഇവിടെ എന്തോ കൊടുക്കുമോ അല്ലേ, 1 മണിക്കൂർ അവളെ ഒരുങ്ങാൻ കയറിയിട്ടെന്ന് പറഞ്ഞ് 5 മിനിറ്റ് നമ്മൾ 1 മണിക്കൂറാക്കി പറ്റും. അതവിടെ പയ്യെ പ്രണയം കുറഞ്ഞ് ജീവിതം പയ്യെ ഇങ്ങോട്ട് കടന്നു വരുമ്പോഴാണ്. ഇതിനൊന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടല്ലോ, നമ്മുടെ സകല കർമ്മങ്ങൾക്ക് ഒരു മനോഹാരിത ഉണ്ടാവും. നിരന്തരമായ ജീവിതത്തിൽ നമ്മൾ ജീവിതത്തെ പ്രണയിച്ചുകൊണ്ടിരിക്കുക, പ്രപഞ്ചത്തെ പ്രണയിച്ചുകൊണ്ടിരിക്കുക, സകലതിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ എളുപ്പമാണ്, പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് ചെയ്യാറില്ല. അങ്ങനെ പറഞ്ഞ് വളരെ ലൈറ്റായിട്ട് വരച്ചുകൊണ്ട് ഞാൻ ഈ ചിത്രം ഇന്ന് പൂർത്തിയാക്കി. ഓരോ ദിവസവും ചിത്രം വരച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുന്നത് എങ്ങനെ കൂടുതൽ വീണ്ടും ലളിതമാക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി കൂടിയാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ഓരോ ദിവസവും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം ലളിതമായിട്ട് അവർക്ക് വീണ്ടും ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് കുറച്ചുകൂടെ നല്ല ക്ലാസ് കൊടുക്കാം. ഇങ്ങനെയുള്ള അന്വേഷണമാണ് എന്നെ ഓരോ ദിവസവും കൂടുതൽ ലളിതമായിട്ട് വരയ്ക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുതന്നെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരികയാണ്. ഞാൻ അനുഭവങ്ങളിലൂടെ, എൻ്റെ ചിന്തകളിലൂടെ ആർജിച്ചത് ഞാനിവിടെ യൂട്യൂബിലൂടെ പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് ഇത് നല്ലതാണെങ്കിൽ സ്വീകരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കാം, അയച്ചു കൊടുക്കാം, വരയ്ക്കാൻ പറയുക. ഒരുപാട് കലാകാരന്മാരൊക്കെ ഉണ്ടാവും നല്ലതാണ് പ്രകൃതിയിൽ. കാരണം ഒരു കലാകാരൻ ഒരിക്കലും വലിയ ക്രൂരനാവാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ശുദ്ധനായ ഒരു കലാകാരന് എപ്പോഴും പ്രണയം ഉണ്ടായിരിക്കും, അത് നല്ലതാണ്. ഓക്കെ, ഞാനിങ്ങനെ ഇത്രയും വരച്ചു, സിമ്പിൾ. എത്ര മിനിറ്റ് എടുത്തു? 6 മിനിറ്റ് ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ പയ്യൊന്ന് ഇറേസ് ഇട്ട് ഇവനൊന്ന് നീറ്റാക്കിയാലോ. പതുക്കെ ഒന്ന് ഇറേസ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പെൻസില് സ്റ്റെഡ്ലറിൻ്റെ ലൂമോഗ്രാഫ് എന്ന് പറഞ്ഞ പെൻസിലാണ്, നീല പെൻസിലാണ്. ഇത് ഇത്തിരി 100 രൂപയുടെ വിലയുള്ള പെൻസിലാണ്. നമുക്ക് ആർട്ട് ലൈനോ ഫേബർ കാസ്റ്റലോ തുടങ്ങിയ പെൻസിലുകൾ മേടിക്കാം. 2B തൊട്ട് 10B 12B വരെയുള്ള പെൻസിലുകൾ വാങ്ങിക്കാൻ കിട്ടും. ബ്ലാക്ക് ആണ്, B കൂടുന്നതനുസരിച്ച് ബ്ലാക്ക് കൂടും. ഗ്രാഫൈറ്റ് പെൻസിലുകൾ എന്നാണ് അതിന് പറയുന്നത്. അത്തരം പെൻസിലുകൾ വാങ്ങിക്കാം. കണ്ടോ, ഞാൻ ചെറുതായിട്ടൊന്ന് മായ്ച്ചിട്ടുണ്ട്. ഇനി വളരെ പതുക്കെ ഒറ്റ വരയിലൂടെ ഇങ്ങനെ വരയ്ക്കുന്നു.
നമ്മളിങ്ങനെ കൊണ്ടുവന്ന് കേട്ടോ ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ദേ ഇവിടെ ഒരു കറുപ്പുണ്ട്, അത് ഞങ്ങൾ അടയാളപ്പെടുത്തുക. ഇവിടെ കണ്ണുണ്ട്, പക്ഷെ ശരിക്കും കാണാൻ പറ്റില്ല, മുഴുവൻ ഇരുട്ടാണല്ലേ. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് ഭംഗിയാക്കി വെക്കാം. നമ്മുടെ ക്ലാസ് കണ്ടിട്ട് നമുക്ക് ചിത്രം വരച്ച് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഓരോ കമൻറ്റുകളോട് ഓരോന്ന് ചോദിക്കുന്നിട്ട് അപ്പോഴപ്പോൾ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് മറുപടി, വീണ്ടും നിങ്ങൾക്ക് നമ്മൾ ചിത്രം വരച്ച് കാണിക്കണമെങ്കിൽ അത് ആവശ്യപ്പെടുക. സമയബന്ധിതമായിട്ട് നമുക്ക് വരയ്ക്കാം. നമ്മളോട് ആവശ്യപ്പെട്ട കുറേ പല ചിത്രങ്ങളാണ് നമ്മൾ പലപ്പോഴും വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പിറ്റേന്ന് തന്നെ വരയ്ക്കാൻ പറ്റണമെന്നില്ല, എങ്കിൽ കൂടിയും നമ്മൾ നോട്ട് ചെയ്യും. അഥവാ സംഭവിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുക. കണ്ടോ ഇങ്ങനെ വരച്ച് ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ എന്തിനാണ് ചിത്രകലയൊക്കെ ആശ്രയിക്കുന്നത്? ഒന്ന് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നിറം പകരാൻ, അവയെ വരച്ച് കാണിക്കാൻ. രണ്ട് നമ്മുടെ നിമിഷങ്ങളെ നിറയ്ക്കാൻ. നമ്മളിങ്ങനെ പലതും ഓർത്ത് പല വിഷമ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയ പേപ്പറും പേനയും ഉണ്ടെങ്കിൽ, പെൻസിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചിത്രം രചിക്കാം. പിന്നെ അതിൻ്റെ ഭംഗിയെ കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ള തീരങ്ങളിലൂടെ യാത്ര ചെയ്യാനാവണം, പ്രണയപൂർവ്വം. നമ്മൾ പലപ്പോഴും പറയും ജീവിതത്തിൻ്റെ ഏകാന്തതയെ, വിരസതയെ മറികടക്കാൻ വേണ്ടിയാണ് ഞാൻ നിരന്തരമായി വരച്ചുകൊണ്ടിരുന്നത്. ചിത്രകാരനായിരുന്നു, ചിത്രകല അധ്യാപകനായി മാറി. പലപ്പോഴും നമ്മൾ ഒന്നിലും പെട്ട് നിൽക്കാതെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഓർത്ത് തളർന്നു പോകാതെയൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കല നമ്മളിലുള്ളത് നല്ലതാണ്. നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടെ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ അങ്ങനെ കരുതിയിട്ടാണ് പോകുന്നത്, അറിഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, മറ്റ് ഫംഗ്ഷനുകൾക്ക് പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ ഏത് തരം വസ്ത്രമണിഞ്ഞ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ അനുദിനം ജീവിക്കുന്ന ഈ പ്രകൃതിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് കൂടി നമ്മളൊന്ന് പാകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഒരുങ്ങി തന്നെ ജീവിക്കാൻ പറ്റും. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടാതിരിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയിട്ട് ദിവസവും നമ്മളെ ചിന്തിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കയറിയിട്ട് അങ്ങോട്ട് അങ്ങ് നിൽക്കാതിരിക്കുക. വേണ്ടത് മാത്രം എടുത്തിട്ട് ഇറങ്ങിപ്പോരുക. ചിലർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാ അറിവും കിട്ടും. കിട്ടി വേണ്ടാത്ത അറിവ് ഒരുപാട് അങ്ങോട്ട് നമുക്ക് ലോഡ് ചെയ്യാവുന്നതിലേറെ നമ്മുടെ തലച്ചോറിൽ വന്നാൽ അതും പ്രശ്നമാണ്. ചിലർക്ക് അറിവ് കൂടിയിട്ട് വട്ടായി പോകുന്ന പറയത്തില്ലെന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ലോകത്തിൻ്റെ ഗതിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, നമുക്കറിയില്ല പലതും. അതൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞിട്ട് ഈ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, ഒരു മോട്ടിവേഷൻ വീഡിയോയിൽ നമ്മളെങ്ങനെയാണ് നമ്മളാവേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒക്കെയും ജീവിതാനുഭവങ്ങൾ കൂടാണ്. നമ്മൾ NLPയിലൂടെയാണ് പല കാര്യങ്ങളും കൊണ്ടുവരുന്നത്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, NLP ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആകർഷണം, ലോ ഓഫ് അട്രാക്ഷൻ. ഇത് പലരും പറയും ഇതൊക്കെ കള്ളമാണ്, ചുമ്മാതാണെന്ന് പറയും. പക്ഷേ ജീവിതാനുഭവങ്ങളുള്ള ഒരാളോട് ചോദിച്ചാൽ അവർ പറയും ഞാൻ ചെയ്തതുപോലെ ചെയ്തപ്പോൾ പലതും ഞാൻ ആകർഷിച്ചു, എന്നിലേക്ക് കൊണ്ടുവന്നു. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒരുപക്ഷെ തളർന്നും തകർന്നും പോകുമായിരുന്നകളിൽ നിന്നൊക്കെ ആകർഷ സിദ്ധാന്തത്തിലൂടെ, ആകർഷ നിയമത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ കണ്ടെത്തലുകളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാനാവും. ധനമില്ല എന്ന് പറയുന്നവരുണ്ട്. ആ ധനത്തെ നമുക്ക് ആകർഷിക്കാം നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങളിലൂടെ. അതിനൊക്കെ നമ്മൾ മനസ്സിനെ പരുവപ്പെടുത്തണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. എന്നാൽ അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ഒരു പരിധിവരെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ സത്യമാണ് കേട്ടോ. ഈ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളറിഞ്ഞൊരു ജീവിതത്തിൻ്റെ സന്ദേശം അതുകൂടെ പറയുക എന്നുള്ളതാണ് എൻ്റെ കർമ്മം. ഒപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വാക്കില്ലാതെ, അല്ലെങ്കിൽ ഇത് മ്യൂട്ട് ചെയ്ത് വെച്ചാൽ പോലും ചിത്രം വരയ്ക്കാൻ രീതിയിലാണ് ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നത്. നിങ്ങൾ അവിടെ ഇടുന്ന ഓരോ കമൻറ്റിനും ഞാൻ പറ്റുന്ന പോലൊക്കെ മറുപടി ഇടാറുണ്ട്. നിങ്ങൾക്ക്
ചിത്രകലയെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാം. അതല്ല, റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ ഗൂഗിൾ മീറ്റിൽ നമ്മുടെ ക്ലാസ് ഉണ്ട്, ഓൺലൈനാണ്. ഏത് സ്ഥലത്താണ് നിങ്ങളെന്ന് ഉള്ളത് പ്രശ്നമില്ല, ഏത് സമയമാണ് നിങ്ങളുടേതെന്നുള്ളത് പ്രശ്നമില്ല, ഏത് പ്രായക്കാരാണെന്നുള്ളതും പ്രശ്നമില്ല. ചിത്രകല പഠിക്കാൻ ആഗ്രഹമുള്ള ആർക്കും നമ്മളെ ബന്ധപ്പെടാം. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓഫീസിൽ വിളിച്ചാൽ ഡീറ്റെയിൽ പറയും. നിങ്ങൾക്ക് വേണ്ട സമയം, വേണ്ട ക്ലാസ്സുകൾ, നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാനുള്ള നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെയ്തു തരും. ലൈവ് ക്ലാസ്സുകളാണ്. ചിത്രകല പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടാം. നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഓൺലൈനിൽ സജീവമാണ്. ഈശ്വരകൃപ കൊണ്ട് ധാരാളം കുട്ടികൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലുണ്ട്. അവരൊക്കെ തന്നെ തൃപ്തരാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം. അങ്ങനെയാണ് ധാരാളം കുട്ടികൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരുന്നത്. നമുക്കതിനെ ഹൃദയപൂർവ്വം ഓരോ ചിത്രങ്ങൾ രചിച്ച് ഈ ജീവിതത്തിൽ, ഈ പ്രപഞ്ചത്തിൽ സന്തോഷിച്ച് ഇവിടെ നിലനിന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വർണ്ണം പകർന്നുകൊണ്ട് നല്ല ചിന്തകളിലൂടെ കടന്നുപോയി നല്ല ചിത്രങ്ങൾ വരച്ച് ഇങ്ങനെ പോകാം. അടുത്ത ചിത്രവുമായിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരാം. ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ചിത്രകലയിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ അതും പറയുക. അങ്ങനെ അതിൽ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത ചിത്രമായിട്ട് കാണും വരെ ഒരുപാട് ഇഷ്ടത്തോടെ സുധീർ കൃഷ്ണൻ.